ജീവിതത്തിലെ ഓരോ ചുവടുകളും കരുതലോടെ വേണം നീങ്ങാൻ. പിന്നിൽ നിന്നും തള്ളിയിടാൻ അവസരം നോക്കി നിൽക്കുന്നവർ നമുക്ക് ചുറ്റിനുമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസം ഉള്ളവർ തന്നെ ആയിരിക്കും മുന്നിലുണ്ടാവുക. നമ്മുടെ മനസ്സ് ഒന്ന് വേദനിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സ് കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് സ്നേഹം. നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്നെ തഴഞ്ഞവരെയും നീയൊന്ന് ചോദിക്കുക പോലും ചെയ്യാതിരുന്നിട്ടും നിന്നെ സഹായിച്ചവരെയും ഒരിക്കലും മറക്കരുത്, ഓർത്തു വയ്ക്കുക. ഒരാളെ ചേർത്ത് നിർത്തുമ്പോൾ ഒറ്റയ്ക്കാക്കില്ല, കൂടെയുണ്ടാവും എന്നൊരു വാക്ക് കൊടുക്കുമ്പോൾ ഓർക്കുക. പിന്നീട് അത് തിരുത്തി പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. കൂടെ ഉണ്ടാകുമെന്നത് ഒരു വാക്കല്ല, വിശ്വാസമാണ്. ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്ന വിശ്വാസം. തുറന്നു സംസാരിക്കുന്നവരുടെ മനസ്സിൽ കള്ളമുണ്ടാവില്ല. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിലയും ഉണ്ടാവില്ല. മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കുക തന്നെ വേണം. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന എന്തിനും മൂല്യമുണ്ടാവില്ല. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാവുക. അതിനേക്കാൾ അത് നന്നായി മനസ്സിൽ സൂക്ഷിക്കുക. നമ്മളിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പകർന്നു കൊടുക്കരുത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. കാക്കയ്ക്ക് കുയിലിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയും, പക്ഷേ സ്വന്തം ശബ്ദം മധുരമാക്കാൻ കഴിയില്ല. അതുപോലെ ഒരു അപവാദക്കാരന് മാന്യനെ അപകീർത്തിപ്പെടുത്താൻ കഴിയും, പക്ഷെ അയാൾക്ക് സ്വയം ഒരു മാന്യനാകാൻ കഴിയില്ല. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിതഫലങ്ങളുമായി ജീവിക്കരുത്. കിട്ടാത്തതിൻ്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനു വേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നതും. അതുതന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം. സൂക്ഷിച്ച് വയ്ക്കാവുന്നതിലും ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല. സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നമുക്കുണ്ട്. അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യൻ്റെ സ്വഭാവം. നമ്മൾ ഉറ്റ സുഹൃത്ത് എന്ന് കരുതിയവർ പോലും കാലത്തിനനുസരിച്ച് മാറിയേക്കാം. ചില ബന്ധങ്ങൾ മെഴുകുതിരി വെട്ടം പോലെയാണ്. ആദ്യം അത് ഉരുകി നമ്മളിൽ പ്രകാശം നിറയ്ക്കുന്നു. ഒരു നാൾ അത് മുഴുവനായി അസ്തമിക്കും. പിന്നെ ഉരുകുന്നത് മുഴുവൻ നമ്മളായിരിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു. സമയം ജീവിതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല, ഇന്നു മുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്.